പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ആമേൻ പറയുന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് സഹോദരങ്ങൾ ഒരുമിച്ച് ആമേൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരൻ, നിങ്ങൾക്ക് സുഖമാണോ? കർത്താവിൻ്റെ കരുണയാൽ വീണ്ടും തമ്മിൽ കണ്ടുമുട്ടാൻ കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തെ നമുക്ക് സാധിച്ചു. കർത്താവിന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട സേവർക്ക മട്ടാരസിന് ഇവിടെ കൂടെ കാണുന്നില്ലെങ്കിലും ഒരു ആത്മീയ സാന്നിധ്യമായി ഒരുമിച്ച് ഒരു ശുശ്രൂഷയാണിത്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സഹിയോൻ മിനിസ്ട്രീസിനെ ഓർക്കണം. ബഹുമാനപ്പെട്ട സേവർക്കാർ വട്ടാലച്ചൻ, അതുപോലെ ബഹുമാനപ്പെട്ട ജോസച്ചൻ, ആന്റണി അച്ഛൻ, ഇവിടെയുള്ള എല്ലാ വൈദികരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സിസ്റ്റർമാരെയും അൽമാരെയും എല്ലാ ധ്യാനങ്ങളും പുനരാരംഭിച്ച് അതിനെല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലിക്കാൻ വേണ്ടി ധാരാളം നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ എന്ന് പറഞ്ഞൊരു ആത്മീയ പിതാവ് എന്നോട് തന്നൊരു ഉപദേശമായിരുന്നു, എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോട്ടയം വടവാദ സെമിനാരിലാണ് പഠിച്ചത്. അവിടെ മുകളിലുള്ള ഒരു സന്നിധാനം കാൽവലി ചാപ്പൽ എന്നൊക്കെ പറഞ്ഞ ചാപ്പല്, അവിടെ പറയുന്ന എല്ലാ ദിവസവും ഇങ്ങനെ 1 മണിക്കൂർ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദിവസവും കുറച്ച് സമയം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നല്ല സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, കൃപ നിറയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഓർക്കാൻ സെമിനാരിയിൽ അന്ന് പ്രാർത്ഥിച്ച് കുറേ നാളുകൾ സെമിനാരിൽ മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അതെല്ലാം പിന്നീട് വലിയ കൃപയായി മാറി. നമുക്ക് നന്നായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം, എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ തുറന്നു പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, 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 ആകാശം ചായച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളണമേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവേ ഉജ്ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ നിറയട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ, വലിയ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിൽ ആനന്ദം നൽകിയിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിൽ ആനന്ദം നൽകിയിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ചേർന്ന് പാടാവോ? പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ,
അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപത്തിന്റെ കറകളും കഴുകണമേ. അറപ്പുള്ള പാപങ്ങൾ മുഴുവൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. പാപത്തെ അറപ്പോടെ വെറുപ്പോടെ ഉപേക്ഷിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യം സംഭവിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് പാപബോധ പശ്ചാത്താപം ലഭിക്കും. പാപത്തോട് അറപ്പും വെറുപ്പും തോന്നും. പരിശുദ്ധാത്മാവേ അതിപ്പോൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ അതിപ്പോൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ അതിപ്പോൾ സംഭവിക്കട്ടെ. പാപം പോയി അവിടെ വലിയ നന്മകൾ, വലിയ കൃപകൾ പരിശുദ്ധാത്മാവേ നട്ടുപിടിപ്പിക്കണമേ. എന്നിലെ തിന്മകളെല്ലാം കഴുകി വെടിപ്പാക്കിയിടണമേ. അറപ്പുള്ളതാ എന്നിലെ തിന്മകളെല്ലാം കഴുകി വെടിപ്പാക്കിയിടണമേ. പാടിപ്പോയ എന്നിലെ നന്മകളെല്ലാം നനച്ചു വളർത്തണമേ. പാടിപ്പോയ എന്നിലെ നന്മകളെല്ലാം നനച്ചു വളർത്തണമേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. ചേർന്ന് പാടാം. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. കൈകളടിച്ച് ആകാശമാർഗെ വന്നിടണേ. അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗെ വന്നിടണേ. അകതാരിലാനന്ദം. കൈകൾ ഉയർത്തി കടിയടിച്ച് പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ 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 ഹല 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 പരിശുദ്ധാത്മാവേ 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 ആവർത്തിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. കൈകളടിച്ച് പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ദാഹിക്കുന്നു. ആകാശമാർഗെ വന്നിടണേ. ചോദിക്കുന്നു. അകതാരിലാനന്ദം നൽകിയിടണേ. ആഗ്രഹത്തോടെ ആകാശമാർഗെ വന്നിടണേ. അകതാരിലാനന്ദം. കൈകൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ഓ പരിശുദ്ധാത്മാവേ ഇപ്പോൾ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മകൾ നൽകും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവേ കർത്താവേ കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരിൽ സ്വർഗത്തിന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്ന് വെളിപ്പെടുത്തിയ ആത്മാവേ ഇപ്പോൾ ഓരോ കുടുംബങ്ങൾ വന്ന് നിറയട്ടെ. ഓരോ വ്യക്തികൾ വന്ന് നിറയട്ടെ. കർത്താവേ മാതാപിതാക്കന്മാരുടെ മക്കൾ ഒരുപോലെ വന്ന് നിറയട്ടെ. കുടുംബത്തിന്റെ സഹോദരി സഹോദരന്മാർ ഒന്നുപോലെ വന്ന് നിറയട്ടെ. സന്യാസ സമർപ്പിത സമൂഹങ്ങൾ ഒന്നുപോലെ വന്ന് നിറയട്ടെ. രൂപതകൾ വന്ന് നിറയട്ടെ. കോൺഗ്രിഗേഷനുകൾ വന്ന് നിറയട്ടെ. സഭാ സമൂഹങ്ങൾ വന്ന് നിറയട്ടെ. ഓരോ ഭൂഖണ്ഡത്തിന്മേൽ വന്ന് നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ അപ്പസ്തോലന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വന്നിടണേ. ദാനങ്ങളേഴും
ചൊരിഞ്ഞിടണേ പരിശുദ്ധാത്മാവേ വന്നിടണേ പരിശുദ്ധാത്മാവേ 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 വന്നിടണേ പരിശുദ്ധാത്മാവേ വന്നിടണേ പരിശുദ്ധാത്മാവേ വന്നിടണേ പരിശുദ്ധാത്മാവേ വന്നിടണേ പരിശുദ്ധാത്മാവേ വന്നിടണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് അനുതാപം തരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ജ്ഞാനവും ബോധ്യവും തരണമേ. പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവേ വിശുദ്ധിയെ ജീവിക്കാൻ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പിതൃസ്വത്ത് എന്തിനു വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 44 വേഴ്സ് 23, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിലെ മനോഹരമായ വചനമാണ്. എന്താണ് വചനം? എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ ദൈവം വെച്ചു കൊടുത്തു. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൂത്ത കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും മിഠായിയോ ചോക്ലേറ്റ് എന്തെങ്കിലും കൊടുത്തിട്ട് പറയും ഇത് എല്ലാവർക്കും കൂടെ കൊടുത്തേക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരാളെ ഏൽപ്പിക്കും. എന്ന് പറയുന്നവർ ഫോർ ഓൾ നേഷൻ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള അനുഗ്രഹം, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഉടമ്പടി യാക്കോബിന്റെ ശിരസിൽ ദൈവം വെച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യാക്കോബ് എന്ന് പറഞ്ഞാൽ പേര് മാറ്റി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ മേൽ കർത്താവ് വെച്ചു. എന്നിട്ട് പറയാണ് ഈ യാക്കോബിനെ അവനെ അംഗീകരിച്ചു, പൈതൃക അവകാശം പിതൃസ്വത്ത് അവന് നൽകി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പിതൃസ്വത്ത് അല്ലെങ്കിൽ പൈതൃക അവകാശം അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. ചിലപ്പോൾ കാരണവന്മാർ പറയാറുണ്ട്. കാരണവന്മാർ പറയാറുണ്ട്, അച്ഛാ ഞാൻ പിന്നെ പിള്ളേരൊക്കെ ഉത്തരവാദിത്വം എടുക്കണമെന്ന് വിചാരിച്ച് ബിസിനസ് ഉണ്ടായിരുന്നു, അത് കൊച്ചിനെ ഏൽപ്പിച്ചു കൊടുത്തു. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് മക്കൾക്കായിട്ട് ഭാഗിച്ചു കൊടുത്തു. ഇനി പിള്ളേർ പണിയെടുക്കട്ടെ, പിള്ളേർ നന്നായിട്ട് ചെയ്യട്ടെ, അവർ ഉത്തരവാദിത്വത്തിൽ കയറി വരട്ടെ. ചിലപ്പോൾ കാരണവന്മാർ സങ്കടം പറയും, എൻ്റെ അച്ഛാ അവർക്ക് ഇതിനകത്തൊന്നും യാതൊരു താല്പര്യമില്ല, കൃഷിസ്ഥലമൊക്കെ വെറുതെ കിടക്കുകയാണ്, അത് നോക്കാൻ ആരുമില്ല. കാര്യം നന്നായിട്ട് കയറിക്കൊണ്ടത് ബിസിനസ്സാണ്, കൊച്ചെന്നത് ഏൽപ്പിച്ചു കൊടുത്ത്, മോനെ ഏൽപ്പിച്ചു കൊടുത്ത്, പക്ഷെ അവൻ അത് നോക്കുന്നില്ല, അവനിങ്ങനെ വേറെ പല പരിപാടികളായിട്ട് നടക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പിതൃസ്വത്ത് മാതാപിതാക്കന്മാരെ മക്കൾക്ക് കൊടുക്കുന്നത്? അവർ അനുഗ്രഹം പ്രാപിച്ച് അവർ നല്ല കൃപയിൽ അവർ നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കയറി വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്വത്തൊക്കെ പിതൃസ്വത്തൊക്കെ നമ്മൾ വിഭജിച്ച് കൊടുക്കുന്നത്. പാരൻസിൻ്റെ ഏറ്റവും ചിലപ്പോൾ ഉള്ള സങ്കടവും ഇത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചിലപ്പോൾ കാരണവന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കോ കൊച്ചെ പഠിക്കാൻ പറ്റിയില്ല, നീ എങ്കിലും പഠിക്കണം അല്ലേ. നമുക്ക് പഠിക്കാം, കാരണവർക്ക് പഠിക്കാൻ പറ്റില്ല, മക്കളെങ്കിലും നന്നായിട്ട് പഠിച്ച് കയറി വരണം, നല്ലൊരു ആഗ്രഹമാണ് എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, ചോര നീരാക്കി ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത
പല പിതൃസ്വത്വം നമ്മൾ അടുത്ത തലമുറയ്ക്ക് മക്കൾക്ക് കൊടുക്കുന്നത് അവർ അനുഗ്രഹം പ്രാപിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഒരു പിതൃസ്വത്ത്, പൈതൃക അവകാശം ദൈവം തന്നിരിക്കുകയാണ്. വചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുക. ഞാൻ ഏതൊരു താമസിച്ചുള്ള ധ്യാനത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിതൃസ്വത്ത് കിട്ടിയിട്ടുണ്ടോ? ഒരു ചേട്ടൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ ഭാര്യയുടെ കൊണ്ടുവന്ന നയാ പൈസ പിതൃസ്വത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി പറഞ്ഞ് ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു പക്ഷേ അങ്ങനത്തേക്കുള്ള ചില ദുഃഖത്തിൻ്റെ അനുഭവങ്ങളോട് കടന്നു പോയവർ ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുന്നവരുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, അതൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം ഒരു പിതൃസ്വത്ത് നൽകിയിട്ടുണ്ട്. അതെന്താണത്? നിയമാവർത്തന പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 3 and 4. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. മോശ നമുക്ക് നിയമം നൽകി. യാക്കോബിന് പിതൃസ്വത്താണത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. മനോഹരമായ വചനമാണ്. അവിടുന്ന് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ചു. ജനത്തെ സ്നേഹിച്ചു. നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിതൃസ്വത്തൊക്കെ കൊടുക്കുന്നത്. നമ്മൾ നേടിയെടുത്തത് മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ തലമുറയ്ക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് ജനത്തോട് ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് പറയാ, തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. പൗലോസ്ലീഹായുടെ ഭാഷയിൽ കർത്താവിനെ അറിയുന്ന ഏതൊരാളും വിശുദ്ധരാണ്. ആ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപാലനയിലും ദൈവത്തിന്റെ കരുതലിലും ദൈവത്തിന്റെ കരങ്ങളിലുമാണ് നമ്മൾ. എന്നിട്ട് പറയാണ്, അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നിട്ട് പറയാണ്, മോശ നമുക്ക് നിയമം നൽകി, മോശ നമുക്ക് വചനം നൽകി. തുടർന്ന് വെളിപ്പെടുത്താണ്, യാക്കോബിന് പിതൃസ്വത്താണത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്താണ് ദൈവം നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം നൽകിയ പിതൃസ്വത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം വെളിപ്പെടുത്തുകയാണ്, അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. Hallelujah. ആധാരം മക്കളുടെ പേരിലേക്ക് അങ്ങ് എഴുതി കൊടുക്കുന്നത് പോലെ, സ്ഥലം മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് പോലെ, ബിസിനസ് സ്ഥാപനം മക്കളുടെ പേരിൽ എഴുതി കൊടുക്കുന്ന പോലെ, എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിച്ച ഒരു പൈതൃക അവകാശം കൊടുത്തു യാക്കോബിന്. അതൊരു പിതൃസ്വത്തം എടുത്ത് കൊടുത്തു. ആ പിതൃസ്വത്ത് എന്താണെന്ന് പറയാണ്, മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന നിയമം. നിയമം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന് വചനമാണ്. എന്നിട്ട് പറയാ, ഈ വചനമാണ് യാക്കോബിന്റെ പിതൃസ്വത്ത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ ദൈവ പൈതലേ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് വീതം കിട്ടിയിട്ടില്ലെങ്കിലും, നമുക്ക് സാമ്പത്തികമായി ഒരു സംഗതി ഇല്ലെങ്കിലും, വെറും സീറോയിലാണ് നിൽക്കുന്നെങ്കിലും, നിനക്കൊരു വിശുദ്ധ ഗ്രന്ഥമുണ്ടോ? നിന്റെ കയ്യിൽ ഒരു വിശുദ്ധ ബൈബിൾ ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ആരേക്കാൾ കൂടുതൽ ആ പിതൃസ്വത്തോട് അനുഗ്രഹം പ്രാപിക്കുമെന്ന് വചനം ഉറപ്പിച്ച് പറയുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റിക് ചാപ്റ്റർ 7 വേഴ്സ് 11. ജ്ഞാനം പിതൃസ്വത്ത് പോലെ ശ്രേഷ്ഠമാണ്, ജീവിക്കുന്നവർക്ക് അത് ഉപകരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പിതൃസ്വത്ത് പോലെ ശ്രേഷ്ഠമായ ഒന്നാണ് ജ്ഞാനം. ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്തിൽ അടങ്ങിയിരിക്കുന്നു? വചനത്തിന്റെ ഉള്ളിലാണ് ദൈവം ജ്ഞാനം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വചനം അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന, വചനം പഠിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ഓരോ വചനം പാലിക്കുമ്പോൾ സംഭവിക്കുന്ന ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം വന്ന് നിറയുകയാണ്. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6:11 ഒരു വചനമുണ്ട്. അതിനെങ്ങനെയാണ്? എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ജ്ഞാനം കിട്ടുമ്പോഴുള്ള മെച്ചം എന്താ? ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിനക്ക് വേണ്ടത് ജ്ഞാനമാണ്. ഹല്ലേലൂയ. Hallelujah. എങ്ങനെയാണ് ജോലിയിൽ പടിപടിയായിട്ട് മുന്നേറേണ്ടതെന്ന് അറിയേണ്ടത് ജ്ഞാനമാണ്. മക്കളെ അടുത്ത തലമുറ എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞു തരുന്നത് ജ്ഞാനമാണ്. അതാണ് സഹോദരങ്ങളെ, പിതൃസ്വത്താണ്, വചനമാണത്, ജ്ഞാനമാണ്. ഇനി നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ
ഈ സ്വത്ത് വിഭജനം വരുമ്പോഴത്തേക്കും ഭയങ്കര സ്നേഹത്തിലുള്ളവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് വൈബ്രൻ്റ് ആകുന്ന ചിലപ്പോൾ കാണാൻ സാഹചര്യമുണ്ട്. ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അവകാശം പോലെ ഒരാൾക്ക് നല്ല ഭാഗം കൊടുത്തു, ഇപ്പം എനിക്ക് മോശം തന്നത്, എനിക്ക് വഴിയില്ലാത്തതാണ്. അങ്ങനെയാണ് പലവിധ പ്രശ്നങ്ങൾ, പലവിധ കലവില പരിപാടികളൊക്കെ ചിലപ്പോൾ കാണാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ സ്വത്ത് വാചനം പിതൃസ്വത്ത് എടുക്കുമ്പോൾ നല്ല ഭാഗം അങ്ങോട്ട് തിരഞ്ഞെടുക്കണം. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പണ്ട് മീൻകറിയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കറി വെച്ചാൽ അതിൻ്റെ മീൻകറി നടുക്കഷ്ണം എന്നൊക്കെ പറയുന്ന പോലെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ്, നമുക്കത് വായിക്കാം. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്ന ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അടുത്ത വാക്ക് നോക്ക്, മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മറിയം സ്വത്തിൽ നല്ല ഭാഗം തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ മറിയം വചനം പാലിക്കാനും വചനം കേൾക്കാനും വചനം ജീവിക്കാനും തീരുമാനമെടുത്തു. അതുകൊണ്ട് നല്ല ഭാഗം തെരഞ്ഞെടുത്തു എന്ന്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുടെ കഥ, ഒരുപാട് അവഗണിക്കപ്പെട്ടതിൻ്റെ കഥ, ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ കഥ, ഒരുപാട് ചതിക്കപ്പെട്ടതിൻ്റെ കഥ, ഒരുപാട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ കഥ ഓരോരുത്തർക്കും പറയാനായിട്ടുണ്ടാകും. എന്നാൽ ദൈവബദലേ, നീ ഒരു കാര്യം ഓർക്കുക, നമുക്ക് കിട്ടുന്നത് പലതും കിട്ടിയിട്ടില്ലെങ്കിൽ നീ വിഷമിക്കരുത്. നിനക്ക് കിട്ടേണ്ട സാധനം ദൈവം തന്നിട്ടുണ്ടെന്ന്. ആ നല്ല ഭാഗം തെരഞ്ഞെടുത്താൽ നീ അതുപോലെ അനുഗ്രഹം പ്രാപിക്കും. ഒരു തീരുമാനം എടുത്ത് അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഓർക്കണ്ട, പണ്ട് അഭിഷേകാന്തിയിൽ വട്ടാഴ്ചയെടുത്തൊരു അഭിഷേകാന്തിയിൽ ഒരു സാക്ഷ്യം പ്ലേ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ദുബായിൽ അവിടെ ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയുടെ ഒരു കൊച്ച് ശരിക്കും പറഞ്ഞാൽ കാല് ടാറിനകത്തിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു, അതുപോലത്തെ ഒരു അലർജിയാണ്. അവർക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ഒരു അവരുടെ കസിൻ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ പോയി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വചനം കേൾക്കാവോ? അങ്ങനെ അവരിവിടെ സെഹിയോനിൽ വന്ന വചനം കേട്ടോണ്ടിരുന്ന ആ സെക്കൻഡിൽ എൻ്റെ സഹോദരങ്ങളെ, ദുബായിലുള്ള ഈ കൊച്ചിൻ്റെ അലർജി മുഴുവൻ ശരീരത്തങ്ങൾ മാഞ്ഞുപോയി. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോഷിനെ അങ്ങനെ എന്തൊരു പേരുള്ള ഒരു സാക്ഷിയാണ്, ഉള്ള അഭിഷേകത്തിൽ പ്ലേ ചെയ്തതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മൾ ഈ പിതൃസ്വത്ത് അനുഭവിക്കാൻ തീരുമാനമെടുത്ത കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ ഓർക്കാണ്, കുറവലങ്ങാട് ഈ കഴിഞ്ഞ നാളുകൾ വന്നൊരു കുടുംബത്തിൻ്റെ കാര്യം ഓർക്കാണ്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുക, എന്താണ് ഇടയ്ക്കിടെ ഈ കുറവലങ്ങാട് എന്ന് പറയുന്നത്? അതിന് കാരണം പറഞ്ഞു തരാം. അതായത് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയുടെ ഹൗസ് കുറവലങ്ങാട് ആരംഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വൈദിക സമൂഹത്തിൻ്റെ ഹൗസ് കുറവലങ്ങാട് ആരംഭിച്ചിട്ടുണ്ട്. അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ ഹൗസ് വാഴക്കുളത്തും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കും ഡെലിവറൻസിനും ചെറിയ ശുശ്രൂഷകൾക്കൊക്കെ ചെറിയ സൗകര്യമുണ്ട്. അപ്പോൾ കുറവലങ്ങാട് ഒരു ഫാമിലി കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ജസ്റ്റ് ഒരു വചനം കണ്ട് ജസ്റ്റ് 2 സെക്കൻഡ് ഞാൻ ഓർക്കാണ്, കുടുംബത്തിൽ അവരുടെ കുടുംബം ഞാൻ ഓർക്കാണ്, പിന്നെ ഒരു സഹോദരി വന്ന് ആ കുടുംബം 8 വർഷമായിട്ട് മക്കളില്ല, ആങ്ങളിക്ക് 3 വർഷമായിട്ട് മക്കളില്ല. ജസ്റ്റ് വചനം കേട്ടിട്ട് പ്രാർത്ഥന സ്വീകരിച്ച് തിരിച്ചുപോയി. എൻ്റെ സഹോദരൻ ആ മാസം തന്നെ 2 കുടുംബത്തിലും കർത്താവ് കുഞ്ഞുങ്ങളുണ്ടാകാൻ തക്കവിധം പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച് ഓർക്കാണ്. എൻ്റെ സഹോദരൻ, അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനമാകുന്ന പിതൃസ്വത്ത് അനുഭവിക്കാൻ നമ്മൾ തീരുമാനമെടുത്ത ആ സെക്കൻഡ് തന്നെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെന്നറിയും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ബ്ലെസ്സിങ്ങുകളും, അത് നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ, ജോഷുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ഒരു എളുപ്പമാർഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. അത് നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 8-9 തിരുവചനങ്ങൾ. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 8 and 9. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്തുമാത്രം ബ്ലെസ്സിംഗ് ആണ് വചനത്തിൽ കിടക്കുന്നത്, എന്തുമാത്രം ബ്ലെസ്സിംഗ് ആണ്.
നിയമാവധി 28 വായിച്ചു കഴിയുമ്പോൾ കാണാം, നിന്റെ അപ്പക്കൊട്ടയും മാവ് കുഴക്കുന്ന കാലം അനുഗ്രഹം പ്രാപിക്കപ്പെടും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. സകല പ്രവർത്തനം നീ അനുഗ്രഹനായിരിക്കും. നിനക്ക് കടം മേടിക്കേണ്ടി വരികയില്ല. അനേകർക്ക് നീ കടം കൊടുക്കും. നിനക്ക് അധോഗതി ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആയിരക്കണക്കിന് ബ്ലെസ്സിംഗ് ആണ് വചനം പാലിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദൈവവചനം ലഭിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒറ്റയടിക്ക് വരാനുള്ള എളുപ്പ മാർഗമാണ് ഈശോയെ എന്നൊച്ചത്തിൽ വിളിക്കുക. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ ഓരോ സ്വിച്ച് ഓരോ ലൈറ്റ് ഉണ്ടെന്ന് കരുതാം. ഓരോ സ്വിച്ച് ഇട്ടാൽ ഓരോ ലൈറ്റ് തെളിയും. അതിന് മെയിൻ സ്വിച്ച് ഉണ്ടെന്ന് കരുതാം. ആ മെയിൻ സ്വിച്ച് ഇട്ടാൽ ഒറ്റയടിക്ക് എല്ലാ ലൈറ്റുകളും തെളിയും. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ ആദ്യമായിട്ട് വചനം കേൾക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ ഈശോയുടെ വിശ്വാസത്തിലേക്ക് വരുന്നവരുണ്ടാകാം. ബൈബിൾ വായിക്കാൻ അറിയത്തില്ലാത്തവരുണ്ടാകാം. ഒരുപക്ഷെ എഴുത്തുമാനെ പരിശീലിക്കാത്തവരുണ്ടാകാം. അല്ലെങ്കിൽ പിന്നെ ബൈബിള് അതങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്നേ ഉള്ളെന്നുണ്ടാകാം. അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി അങ്ങനെ വായിക്കാൻ പറ്റാത്തവരുണ്ടാകാം. എൻ്റെ ദൈവ പൈതലെ ഒരു കാര്യം പറയട്ടെ, നിനക്കൊറ്റ വചനം കാണാതെ അറിയത്തില്ലെങ്കിലും നീ യേശു എന്ന നാമത്തെ ഉറക്കെ വിളിച്ചാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം മുഴുവൻ ഒറ്റയടിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പറഞ്ഞ ഹല്ലേലൂയാ. റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 12-13 തിരുവചനങ്ങൾ. ലെറ്റ് റോമൻസ് ചാപ്റ്റർ 10 verse 12 and 13. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള മാർഗമാണ് കർത്താവ് ഈശോ മിശിഹാ വഴി നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു എന്ന നാമത്തെ വിളിക്കുമ്പോൾ, ഈശോ എന്ന നാമത്തെ വിളിക്കുമ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. പറയാ ഹല്ലേലൂയാ. അതുകൊണ്ട് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന പിതൃ സ്വത്താണ് വചനം. ഈ വചനം ഓരോന്ന് കീപ്പ് ചെയ്ത് പോയാൽ അതുപോലെ ഉയർച്ച ഉണ്ടാകും, അധോഗതി ഉണ്ടാകില്ലെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ വചനങ്ങൾ മുഴുവൻ നമുക്ക് അറിയത്തില്ലെങ്കിലും ശരി, യേശുവേ 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 എന്ന സമയം കിട്ടുമ്പോൾ ആവർത്തിച്ച് ചങ്ക് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്ങും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ് സഹോദരങ്ങളെ, യേശുവിനെ അറിയത്തില്ലാത്ത, അല്ലാന്നുണ്ടെങ്കിൽ വിശ്വാസത്തിലേക്ക് ജസ്റ്റൊക്കെ ഇങ്ങനെ കേട്ട് അങ്ങനെ വന്നിരിക്കുന്ന ചില വ്യക്തികൾ വേറെ ഒന്നുമില്ല. ആ യേശുനാമത്തിന്റെ ശക്തി എന്നുള്ള പുസ്തകം, വേറെ ബൈബിൾ ഒരു വചനം അറിയത്തില്ല. അതുകൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ യേശുവേ എന്ന് ചങ്ക് വിട്ട് വിളിക്കുമ്പോൾ ഈശോ തൊട്ടടുത്തേക്ക് വന്നിരിക്കുന്ന ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയാ. ആരാധനയിൽ വലിയ കൃപ കർത്താവ് നമുക്ക് തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കേട്ട വചനങ്ങളെല്ലാം മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസമായി അവതരിച്ചതാണ് ഈശോ. അതുകൊണ്ട് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാൻ ഈശോ എന്ന നാമത്തെ വിളിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിൽ വചനം വെളിപ്പെടുത്തുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു എന്ന നാമമാണ്. അപ്പസ്തോല പ്രവർത്തനം 4:30 അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തെ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ കരം നീട്ടണമേ എന്ന് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഇടിമിന്നൽ പോലെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. അപ്പസ്തോലന്മാർ ശുശ്രൂഷ ചെയ്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഈശോ പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. 2 കരങ്ങൾ കർത്താവിൻ്റെ പകലേക്ക് നന്നായിട്ട് ഉയർത്തി പിടിക്കുകയാണ്. അതരം തുറന്ന് മനസ്സ് തുറന്ന് ഈശോയുടെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ യേശുവേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികളെ കുട്ടികൊള്ളുന്ന രോഗപീഠകളെ പൈശാചിക തിന്മകളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. നാളുകളായി പൈശാചിക പീഡകളാൽ ബന്ധിക്കപ്പെടുന്ന കുടുംബങ്ങളോട് ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, കെട്ടഴിഞ്ഞ് വിടുതൽ പ്രാപിക്കുക. നാളുകളായി
തടസ്സങ്ങൾ നിൽക്കുന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ